സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പിന്റെ കെടുകാര്യസ്ഥത വിളിച്ചോതുന്ന സംഭവങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത്. ഏറ്റവും ഒടുവിൽ കേരളത്തെ ഇപ്പോൾ വലിയ രീതിയിൽ വിഷമം വൃത്തത്തിലാക്കിയിരിക്കുന്ന ഒരു അസുഖമാണ് അമീബിക് മസ്തിഷ്ക ജ്വരം. ഇതുമായി ബന്ധപ്പെട്ട് ഇതിനോടകം തന്നെ 17 പേർക്കാണ് സംസ്ഥാനത്ത് ജീവൻ നഷ്ടമായിരിക്കുന്നത്. ഈ മാസം മാത്രം 7 പേർക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം വരെ സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ കണക്ക് പ്രകാരം 2 പേർ മാത്രമാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചിട്ടുള്ളത്. ഇത് വലിയ രീതിയിൽ വാർത്തയാവുകയും ഒക്കെ ചെയ്തതോടെ ഇന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേഷൻ ആരോഗ്യവകുപ്പ് പുറത്തിറക്കുന്നത്. അതിൽ ഈ വർഷം ഇതുവരെ 66 പേർക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചതായി പറയുന്നുണ്ട്. ഒപ്പം തന്നെ മരണസംഖ്യ 17 ആണെന്നും പറയുന്നു. നിലവിൽ നിരവധി ആളുകൾ, കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലാണ്. ഈ മാസം ഏതാണ്ട് 17ഓളം ആളുകൾക്കാണ് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചത്. അതിൽ 7 പേർക്ക് ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത്തരത്തിൽ ഈ രോഗം ഈ വർഷം കഴിഞ്ഞ കുറെ നാളായിട്ട് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ മുതൽ അതിനെ നേരിടാനുള്ള ഒരു നടപടി ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഒരു കാര്യഗൗരവത്തോടെയുള്ള ഒരു സമീപനം ഉണ്ടായില്ല എന്ന വിമർശനമാണ് ഇപ്പോൾ ആരോഗ്യ വിദഗ്ധരിൽ ഉൾപ്പെടെ ഉണ്ടായിരിക്കുന്നത്. ഇതിനെ പ്രതിരോധിക്കാനും ഇതിനെക്കുറിച്ച് പഠിക്കാനും ഒരു ഏകോപനമില്ല എന്നാണ് ആരോഗ്യ വിദഗ്ധർ ഒക്കെ തന്നെ വിമർശിക്കുന്നത്. ഇത്തരത്തിൽ കണക്കുകൾ കുറച്ച് വെക്കുന്നത് അത് ശരിയായ ഒരു നടപടിയല്ല എന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. നമുക്കറിയാം, നേരത്തെ ഈ കോവിഡിന്റെ കാലഘട്ടത്ത് അന്ന് കെ ശൈലജയാണ് ആരോഗ്യമന്ത്രി. അന്നൊക്കെ തന്നെ ഓരോ ദിവസവുമുള്ള കോവിഡ് രോഗബാധിതരുടെ എണ്ണം, ഒപ്പം തന്നെ മരണസംഖ്യ ഒക്കെ തന്നെ ആദ്യഘട്ടത്തിൽ പുറത്തുവിടാൻ തയ്യാറായില്ല. പിന്നീട് വലിയ വിമർശനങ്ങൾക്ക് ശേഷമാണ് കണക്കുകൾ പുറത്തുവിട്ടത്. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ വീണ്ടും അത് ഇല്ലാതാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ കണക്കുകൾ, യഥാർത്ഥ കണക്കുകൾ പുറത്തു വരുന്നത് തങ്ങളുടെ ഒരു അഭിമാനത്തിന് അല്ലെങ്കിൽ തങ്ങളുടെ യശസ്സിന് അത് ശരിയാകില്ല, അല്ലെങ്കിൽ അതിനെ കളങ്കപ്പെടുത്തും, തങ്ങൾക്കൊരു തിരിച്ചടിയാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അന്ന് അത്തരം ഒരു നീക്കം നടത്തിയത്. ആ ഒരു രീതിയാണ് ഇപ്പോഴും ഏത് അസുഖം ഉണ്ടായാലും ആരോഗ്യവകുപ്പ് പിന്തുടരുന്നത്. ഇപ്പോഴും അമീബിക് മസ്തിഷ്ക ജ്വരം സംഭവിച്ചപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ വ്യക്തമായ കണക്കുകൾ പുറത്തുവിടാൻ ആരോഗ്യവകുപ്പ് തയ്യാറായില്ല. ഏറ്റവും ഒടുവിൽ ഇതൊക്കെ വാർത്തയായ ശേഷമാണ് ഇത്തരത്തിൽ ഈ വർഷം മാത്രം 66 പേർക്ക് ഈ അസുഖം ബാധിച്ചു എന്ന് പുറത്ത് പറയാനായിട്ട് തയ്യാറായത്. ഏതാണ്ട് 1971 മുതൽ ഇന്ത്യയിൽ ഈ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിക്കുന്നുണ്ട്. ഇതിനോടകം ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഈ രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത് കേരളത്തിലാണ്. അപ്പോൾ ഈ വിഷയത്തിൽ കേരളത്തിൽ ഇക്കാലം അത്രയും സ്വീകരിച്ചിട്ടുള്ള പ്രതിരോധ മാർഗങ്ങൾ വലിയ രീതിയിൽ പരാജയപ്പെട്ടു എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. ഈ പിണറായി വിജയന്റെ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഇപ്പോൾ ആരോഗ്യമന്ത്രിയായിരിക്കുന്ന വീണ ജോർജിനും ഈ വിഷയത്തിൽ വലിയ രീതിയിൽ ഒരു പാകപ്പിഴ സംഭവിച്ചിരിക്കുകയാണ്. ആരോഗ്യമന്ത്രി എന്ന നിലയിൽ താൻ പൂർണ്ണ പരാജയമാണെന്ന് തെളിയിക്കുന്ന ഒരു സമീപനമാണ് ഈ വീണ ജോർജിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്. പല ഘട്ടങ്ങളിലും പല വിഷയങ്ങളിലും ആരോഗ്യമന്ത്രി സ്വീകരിക്കുന്ന നിലപാടുകളെല്ലാം തന്നെ ഇത്തരത്തിലാണ്. എന്തെങ്കിലും ഒരു വിഷയമുണ്ടായാൽ, എന്തെങ്കിലും ഒരു വിമർശനം ഉണ്ടായാൽ അതിനെ തന്നെ വ്യക്തിപരമായി വിമർശിക്കുന്നു, അല്ലെങ്കിൽ തന്നോടുള്ള ഏതാണ്ട് വൈരാഗ്യം തീർക്കാനായിട്ട് തന്നോടുള്ള വ്യക്തിവിരോധത്തിന്റെ പേരിലുള്ള വിമർശനമാണെന്ന് പറഞ്ഞ് അതിനെതിരെ ഒരു കൗണ്ടർ അറ്റാക്ക് ഇറക്കുകയാണ് ആരോഗ്യമന്ത്രിയുടെ ഒരു സ്ഥിരം ശൈലി. അത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ ഈ വിഷയത്തിൽ ഈ അമീബിക് മസ്തിഷ്ക ജ്വരം വലിയ രീതിയിൽ വ്യാപിക്കുന്ന ഒരു സാഹചര്യത്തിൽ കേരളം ആശങ്കയോടെതാണ് ഇക്കാര്യത്തെ നോക്കിക്കാണുന്നത്. നിരവധി പേർ ഇപ്പോഴും ചികിത്സയിലാണ്. രാജ്യത്തെ തന്നെ മരണനിരക്ക് 97%, കേരളത്തിൽ അത് 24% എന്നൊക്കെ പറഞ്ഞ് മേനി നടിക്കുന്നുണ്ട്. പക്ഷേ അപ്പോൾ അവിടെ ഈ ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് അങ്ങനെ ഈ മരണനിരക്ക് കുറഞ്ഞിരിക്കുന്നു എന്നത് വലിയൊരു മേന്മയായിട്ട് ഉയർത്തിക്കാട്ടാൻ കഴിയില്ല. മറിച്ച് രോഗപ്രതിരോധമാണ്. മരുന്ന് കൊടുത്ത് രോഗം മാറ്റുന്നതിനേക്കാൾ രോഗപ്രതിരോധമാണ് നടപ്പിലാക്കേണ്ടത്. അതായത് ഒരാൾക്ക് രോഗം വന്ന, അല്ലെങ്കിൽ കുറെ പേർക്ക് രോഗം വന്ന അവരെ ചികിത്സിച്ച് ഭേദപ്പെടുത്തുന്നു എന്നത് വലിയ കാര്യമല്ല. മറിച്ച് ഈ രോഗം വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാം, ഈ രോഗത്തെ പ്രതിരോധിക്കാൻ എന്തെല്ലാം ചെയ്യാം എന്ന കാര്യം മനസ്സിലാക്കി പഠിച്ച് അത് പ്രാവർത്തികമാക്കുകയാണ് വേണ്ടത്. അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കുകയാണ് ചെയ്യേണ്ടത് എന്ന് ഈ മേഖലയിലുള്ളവർ ഒക്കെ തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതാണ് ഈ സർക്കാരിന്റെ ഭാഗത്തും ഉണ്ടായത്. എന്നാൽ ഈ അമീബിക് മസ്തിഷ്ക ജ്വരം ഈ സമയത്ത് വലിയ രീതിയിൽ അത് വ്യാപകമാവുമ്പോഴും സർക്കാരിന്റെ ഭാഗത്തു നിന്നും കാര്യമായ ഒരു ഇടപെടൽ ഉണ്ടായില്ല. പ്രധാനമായിട്ടും ഇത് മലിനജലത്തിൽ നിന്നുമാണ് ഈ രോഗമുണ്ടാകുന്നത്. മലിനജലത്തിൽ കുളിക്കുകയൊക്കെ ചെയ്താൽ, അത് ശരീരത്തിൽ പോവുകയൊക്കെ ചെയ്താൽ അങ്ങനെയാണ് ഈ അമീബിക് മസ്തിഷ്ക ജ്വരം പിടിക്കുന്നത്. സാധാരണ ഈ പുറത്തുള്ള ജലാശയങ്ങളിലെയൊക്കെ തന്നെ വെള്ളത്തിൽ നിന്നുമാണ്
ഇത് ബാധിക്കുന്നത് എന്നാണ് വിലയിരുത്തിയിരുന്നതെങ്കിൽ ഏറ്റവും ഒടുവിലെ ചില റിപ്പോർട്ടുകൾ പ്രകാരം കിണറിൽ നിന്നുള്ള ജലത്തിൽ അല്ലെങ്കിൽ വീട്ടിലെ കുളിമുറിയിലൊക്കെ തന്നെ കുളിക്കുന്നവരിൽ പോലും ഈ രോഗം കണ്ടെത്തുന്നുണ്ട്, സ്ഥിരീകരിക്കുന്നുണ്ട്. അപ്പോൾ അത് വലിയൊരു വിഷയമായിട്ട് മാറുകയാണ്. അതെന്തുകൊണ്ട് ഈ പറയുന്നത് പോലെ കിണറിലെ ജലത്തിൽ നിന്നുള്ള ഉപയോഗവും ഇത്തരത്തിലുള്ള രോഗത്തിന് കാരണമാകുന്നു എന്നത് കണ്ടുപിടിക്കാൻ ഈ ആരോഗ്യവകുപ്പിന് കഴിയുന്നില്ല. ഏറ്റവും ഒടുവിൽ ഇന്ന് ആരോഗ്യമന്ത്രി ഒരു ഫേസ്ബുക്ക് കുറിപ്പുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഇതിനെ ഈ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ ഒരു പ്രശ്നത്തെ കഴിഞ്ഞ 2011 UDF സർക്കാരിന്റെ കാലത്തെ എന്തോ വലിയൊരു അപരാധമായിട്ട് അല്ലെങ്കിൽ UDF സർക്കാരിന്റെ കാലത്തെ ഒരു വീഴ്ചയായിട്ടാണ് ഈ ആരോഗ്യമന്ത്രി വീണ ജോർജ് ചൂണ്ടിക്കാട്ടുന്നത്. അതിൽ പറയുന്നത് 2013 ഈ പറയുന്ന ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിൽ സമാനമായ രീതിയിൽ ഒരു രോഗത്തിന്റെ കാരണമായിട്ട് അമീബയെ കണ്ടെത്തിയിരുന്നു. അന്ന് 2 ഡോക്ടർമാർ നടത്തിയ പഠനമാണ് ഇത് കണ്ടുപിടിച്ചത്. എന്നാൽ അന്ന് അതിന് പ്രതിരോധിക്കാനുള്ള നടപടികൾ ഈ UDF സർക്കാർ ചെയ്തില്ല. അതിന്റെ പരിണിത ഫലമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത് എന്നതാണ് ആരോഗ്യമന്ത്രിയുടെ വാദം. അതായത് കഴിഞ്ഞ 9.5 വർഷമായിട്ട് ഭരണത്തിലിരിക്കുന്ന പിണറായി സർക്കാരിന് ഇനി ഇപ്പോൾ UDF സർക്കാരിന്റെ കാലഘട്ടത്തിൽ അത്തരമൊരു പഠനം നടന്ന റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞ 9.5 വർഷമായിട്ട് ഭരിക്കുന്ന പിണറായി സർക്കാരിന് ആ റിപ്പോർട്ടിന്മേൽ ഒരു നടപടിയും എടുക്കാൻ കഴിഞ്ഞില്ല. മാത്രവുമല്ല, ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ വീണ ജോർജ് തന്നെ പറയുന്നുണ്ട് താൻ കഴിഞ്ഞ ദിവസം മാത്രമാണ് ഈ റിപ്പോർട്ട് കണ്ടത് എന്ന് പോലും. അപ്പോൾ എത്രത്തോളമാണ് ഈ വിഷയത്തിലൊക്കെ മന്ത്രിയുടെ ഒരു ഇടപെടൽ അല്ലെങ്കിൽ എത്രത്തോളം ഗൗരവമായിട്ട് മന്ത്രി ഇതിനെ എടുക്കുന്നുണ്ട് എന്നത് വ്യക്തമാക്കുന്ന ഒരു കാര്യമാണിത്. എന്തായാലും ഈ വിഷയത്തിൽ വലിയ രീതിയിലുള്ള ഒരു പിഴവ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടെ ആരോഗ്യവകുപ്പിനെ സംഭവിച്ചിരിക്കുന്നു. പ്രതിരോധം നടപടികൾ ഒന്നും തന്നെ ഉണ്ടായല്ലോ. ഒപ്പം തന്നെ ഈ പറയുന്ന പോലെ ജലാശയങ്ങളെ കൃത്യസമയത്ത് ശുദ്ധീകരിക്കാനുള്ള നടപടികൾ ഉണ്ടായില്ല. കിണറുകളിലൊക്കെ തന്നെയാണെങ്കിൽ ക്ലോറിനേറ്റ് ചെയ്യാവുന്നതാണ്. എന്നാൽ ഈ പറയുന്ന ജലാശയങ്ങളിൽ അത്തരത്തിലുള്ള ക്ലോറിനേഷൻ സാധ്യമല്ല. കാരണം അത് ആവാസ വ്യവസ്ഥയെ കാര്യമായി ബാധിക്കും. അതുകൊണ്ട് മറിച്ച് ക്ലോറിനേഷന് പകരമായിട്ട് ഈ ജലാശയങ്ങളെയൊക്കെ തന്നെ ഓരോ സമയത്തും അത് ശുദ്ധീകരിക്കുകയാണ് വേണ്ടത്. അത്തരത്തിലുള്ള യാതൊരു നടപടികളും ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇതുവരെ ഉണ്ടായില്ല. പ്രത്യേകിച്ചും ഈ അമീബിക് മസ്തിഷ്ക ജ്വരം വലിയ രീതിയിൽ പടർന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട് പോലും കാര്യമായിട്ട് അതിനെ ഗൗരവമായിട്ട് കാണാനായിട്ട് ആരോഗ്യവകുപ്പ് തയ്യാറായില്ല. അതിന്റെ പരിണിത ഫലമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഏതാണ്ട് 17 പേര് ഈ വർഷം മാത്രം, ഏതാണ്ട് സെപ്റ്റംബർ മാസമായിരിക്കുകയാണ്, ഈ 10 മാസത്തിനിടയ്ക്ക് ഏതാണ്ട് 9 മാസത്തിനിടയ്ക്ക് 17 പേർക്ക് ഈ രോഗത്തിലൂടെ മരണം സംഭവിച്ചിരിക്കുന്നു. നിരവധി പേർ ഇപ്പോഴും ചികിത്സയിലുമാണ്. അതൊക്കെ തന്നെ ഈ വിഷയത്തിൽ ആരോഗ്യവകുപ്പിന്റെ ഒരു അനാസ്ഥ, കെടുകാര്യസ്ഥത തന്നെയാണ് വിളിച്ചോതുന്നത്.